ഇവിടെ സാക്ഷ്യം വഹിക്കുന്ന ജീവിതം, അതായത് മറ്റുള്ളവർക്ക് സാക്ഷിയായി ജീവിക്കുക. 5:16 അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പൊ ഈശോ പറയണത് വിളക്ക് കൊളുത്തിയിട്ടേ ആരും കൊണ്ട് പറയാനടി വെക്കരുത്, ഉറവിട്ട് മൂടെടുത്ത് അത് പീഠത്തുമേ വെക്കണം, എല്ലാവർക്കും വെളിച്ചം കാണണം. അപ്പം നിങ്ങൾ നന്മ പ്രവർത്തി വന്നാൽ എല്ലാവർക്കും കാണണം. അത് എന്തിനാ കാര്യം? അതൊരു സാക്ഷ്യമാണ്. അപ്പം സാക്ഷ്യങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ മറ്റുള്ളവർ വിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയുള്ളതാണ്. അപ്പം സാക്ഷ്യമായിട്ട് ഇപ്പം ചിലർ നിങ്ങളോട് പറയുന്നില്ലേ, നിങ്ങൾ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം എന്താണ്? സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം 2 കാര്യങ്ങളാണ് എൻ്റെ അടുത്തുള്ളത്. ഒന്ന്, ദൈവത്തെ കുറിച്ച് മറ്റുള്ളവരെ ബഹുമാനിച്ച് സംസാരിക്കും, ആരാധനയോടെ സംസാരിക്കും, ദൈവത്തെ അറിയാത്തത് അറിഞ്ഞവർ ആഴപ്പെടും, അല്ലേ? അപ്പോൾ സാക്ഷ്യം എന്ന് പറയണത് അഹങ്കാരികൾ മാത്രമേ സാക്ഷ്യം പറയാതിരിക്കത്തുള്ളൂ, വേറെ എല്ലാവരും പറയും. അതുകൊണ്ടാണ് യാക്കോബ് പറയണത് ദൈവം എളിമയുള്ളവർക്ക് കൃപ നൽകുമെന്ന് പറയും. അതുകൊണ്ട് അമ്മ പറയണത് അഹങ്കാരികളെ ചിതറിക്കും എന്ന് പറയും. അപ്പം സാക്ഷ്യം പറയാതിരിക്കുന്ന എന്നായാലും പണി കിട്ടുമെന്ന് കാര്യം ഉറപ്പാണ്. അവർ പറയുന്നതിൻ്റെ പിന്നിൽ എല്ലാ അഹങ്കാരമാണ്, മറ്റുള്ളവർ അറിയുമല്ലോ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം അവർ സ്വയം ആർജിച്ച് നടക്കുന്നവരാണ്. ദൈവത്തെ അംഗീകരിക്കേണ്ടത് പോരായ്മയെ കരുതുന്നവരാണ്. അധമവികാരം ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും, കിട്ടിയ കൃപ പോവുകയും ചെയ്യും. അപ്പോൾ സാക്ഷ്യം വഹിക്കുക എന്നുള്ളത് വാഗ്ദാന പീഠത്തെ സമീപിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ യോഗ്യതയാണ്.